നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ ദീപാവലി സമ്മാനമാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ട്രംപും കൂടി ഇന്ത്യക്ക് കൊടുത്ത ഏറ്റവും വലിയ അടിയാണ് H-1B വിസ. ആരും ഇതിനെപ്പറ്റി ഒന്നും ഇന്ത്യൻ മീഡിയ ഒന്നും വലുതായിട്ടൊന്നും ആദ്യം നോക്കിയില്ല. പിന്നീട് പോയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡെപ്ത്, അടി എത്രമാത്രം സീരിയസ് ആണെന്ന് നമുക്ക് പിടികിട്ടി. അപ്പം അതിൻ്റെ പേരിലാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് ഉദ്യോഗസ്ഥൻ, സീനിയർ ഉദ്യോഗസ്ഥൻ, അതായത് ഇന്ത്യക്കാരുടെ വലിയ പ്രശ്നങ്ങളാണ്, അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, അവരുടെ സോഷ്യൽ മീഡിയ ബെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഡേറ്റുകൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു, അലങ്കോലമായി. ഇപ്പോഴെല്ലാവർക്കും പിടികിട്ടി ഇത് സീരിയസ് ഇഷ്യൂ ആണ്. രണ്ട് ഫിഡിക്ക് അറിയാറ് ഇത് അടി കിട്ടിയതാണെന്ന്. അതുകൊണ്ടാണ് ട്രേഡ് ടോക്സിൻ്റെ മുമ്പിൽ ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് H-1B വിസമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം, ഈ $1,00,000 എന്നുള്ള സംഭവം മാറ്റണം, മറ്റുള്ള സംഭവങ്ങൾ മാറ്റണം. അപ്പോൾ അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള, അതായത് നല്ല ടാലൻ്റ് ആയിട്ടുള്ളവരെ മാത്രം മതി, ബാക്കിയുള്ളവനൊന്നും വേണ്ട. മനസ്സിലാക്കുക, ഡൽഹി സിറ്റി ആണെങ്കിലും ബാംഗ്ലൂർ സിറ്റി ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഇന്ത്യയിലെ സിറ്റികളിൽ 2 ടയർ 3 ടയർ സിറ്റികളിലുള്ളവർക്ക് അടി കിട്ടി. ഇനി ഈ പോക്ക്, അതായത് റിന്യൂവലും പോക്കും, ഇന്ത്യ അമേരിക്ക ബന്ധം പഴയ രീതിയിൽ വന്നില്ല എങ്കിൽ തിരിച്ചു വരുന്നില്ല. രണ്ടാമത്തെ അടിയും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്കറിയാം, ഗ്രീൻ കാർഡ് ഹോൾഡർ, അതായത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ള ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യക്കാരാണ്. പക്ഷെ പുതിയ ന്യൂ ഇയർ സമ്മാനം, പുതിയ വർഷത്തെ സമ്മാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മോദിക്കും ഇന്ത്യക്കോട് നേരിട്ട് പല വാർത്തകൾ വരാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഗുജറാത്തികളെയാണ്. അവരിനി ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് വെക്കേഷനും പരിപാടികളും മറ്റു പല കല്യാണങ്ങളും അതും ഇതിനൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബയോമെട്രിക്കും മറ്റുള്ള പരിപാടികളും ഒക്കെ പൂർണ്ണമായിട്ടും അമേരിക്കൻ എംബസി പോയി വെറ്റ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് മുഴുവനും എടുക്കണം. 25, 30 വർഷം 20 വർഷമൊക്കെയുള്ള ഈ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നുള്ള ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഗുജറാത്തികളും IT-യും മറ്റുള്ള ബിസിനസ്സും പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ്. എങ്ങനെ ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, അമേരിക്കൻ ഹൈവേയിൽ കൂടെയും സിറ്റിയിൽ കൂടെയും യാത്ര ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോട്ടൽസ് റോഡിൻ്റെ ഹൈവേയുടെ സൈഡിലായിട്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെയുള്ള ഗുജറാത്തികളാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഏകദേശം ഒരു 40 മുതൽ 50% അമേരിക്കൻ ഹൈവേയിലെയും സിറ്റിയിലെയും ഹോട്ടൽസ്, അതായത് മോട്ടൽസ്, അത് ഇവരുടേതാണ്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയായ ഗുജറാത്തികളുടെയാണ്. അവരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരാണിത് സക്സസ്ഫുൾ ബിസിനസ്സുകാരും കൂടെയാണ്. അപ്പം അതിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, അതിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുപോകും. പിന്നീട് അവർക്ക് ഗ്രീൻ കാർഡൊക്കെ കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഗ്രീൻ കാർഡ് കിട്ടുന്നത് മാറി അത് അവിടുത്തെ സിറ്റിസണാണ്. പക്ഷേ അവിടുത്തെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ ഇവരുടെ ആ സാലറി, ഇവർ കൊടുക്കുന്ന ആ സാലറി വെച്ചുകൊണ്ട് അവർക്കത് റൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അമേരിക്കൻ സാലറിയുടെ രീതിയിൽ ആ രീതിയിലുള്ള സാലറിയാണ് കൊടുക്കേണ്ടത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും അവർക്ക് അവിടുത്തെ നിയമങ്ങളും പല പരിപാടികളൊക്കെ അറിയാം. ഇതിവരുടെ ബന്ധുക്കളും ഫാമിലിയും ഉള്ള ആൾക്കാരെ ഇവിടുന്ന് അവിടെ കൊണ്ടുവരുന്നു. അവരവിടുത്തെ ക്ലീനിങ് ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും ഇലക്ട്രിക്കൽ വർക്കാണെങ്കിലും പ്ലംബിങ് വർക്കാണെങ്കിലും ഇതൊക്കെ അവരാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഹോട്ടൽസ് എന്ന് പറയുന്നത് ഈ റൂം സർവീസും പരിപാടികളൊന്നുമില്ല. ക്ലീനിങ്ങും പരിപാടി ഒരു പ്രാവശ്യം അതിന് ശേഷം ക്ലീനിങ്ങും മറ്റുള്ള സംഭവങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം കൂടുതലും മാൻ പവറിനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മോട്ടൽസും ഈ ഹോട്ടൽസും ഒന്നും റൺ ചെയ്യാൻ പറ്റത്തില്ല, നഷ്ടമായി പോകും. അങ്ങനെ നഷ്ടമായിട്ടാണ് അമേരിക്കൻസ് അത് ഉപയോഗിച്ചിട്ട് അവിടെ കയറി, ഗുജറാത്തി കമ്മ്യൂണിറ്റി കയറി അതിൻ്റെ കയറി സക്സസ്ഫുള്ളായി. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ
അതിന് ഫണ്ട് ചെയ്യുന്നതും ആ സംഭവങ്ങളൊക്കെ വലിയ സംഭവങ്ങളാക്കി മാറ്റുന്നത് ഈ ഗുജറാത്തി കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടം പോലെ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള സിറ്റികളായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗുജറാത്തി കമ്മ്യൂണിറ്റികളാണ് ഇത് റൺ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അവിടെ അതിനകത്ത് ഈ മോട്ടൽസിൻ്റെ അതിൻ്റെ അകത്തൊന്നും ഈ ഗുജറാത്തി ഇന്ത്യൻ ദൈവങ്ങളുടെ പടങ്ങളൊന്നും ഒരു വെക്കത്തില്ല. കാരണം അവർക്കറിയാം ഈ അമേരിക്കൻസ് എന്ന് പറയുന്നത് വല്ലാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ അവന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അടിച്ച് പിടിച്ച് ബഹളമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവർ ഈ സംഭവങ്ങൾ ഇന്ത്യൻ ദൈവങ്ങളുടെയും അതേപോലെ ലക്ഷ്മി, കൃഷ്ണൻ, ഈ സംഭവങ്ങളൊന്നും ഒരൊറ്റ ഒരു സാധനം അവിടെ വെക്കത്തില്ല. പ്യുവറായിട്ട് ഒരു അമേരിക്കൻ റണ്ണിങ് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന രീതിയിലാണ് അവർ ഈ പറയുന്ന ഈ ബോട്ടൽസ് അവർ റൺ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, അപ്പം അതിനകത്ത് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പല ആൾക്കാരും, അവിടെ ജോലിക്ക് പോയിരിക്കുന്ന പല ആളുകളും ഈ ഗുജറാത്തിൽ നിന്നും പോയ ആൾക്കാരാണ്. ഇവരധികം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്. ആദ്യം ഒരാൾ വരുന്നു, പിന്നെ അവരുടെ ബന്ധുക്കൾ വരുന്നു, അയാളുടെ ഭാര്യ വരുന്നു, പിന്നെ 2 3 4 7 5 6 പേര് മതി. ഏകദേശം 10 60 70 റൂമുകളുള്ള ഒരു മോട്ടൽസ് റൺ ചെയ്യാൻ. കാരണം ഇവിടുത്തെ പോലല്ല അവിടെയുള്ള ആ സിസ്റ്റം. കാരണം ആ സിസ്റ്റത്തിനനുസരിച്ച് അത് റൺ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ലാഭം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ റൺ ചെയ്യുന്ന ഈ സംഭവം ഈ ഗുജറാത്തുകളെ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രീൻ കാർഡ് കംപ്ലീറ്റ്, അതായത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് വെറ്റ് ചെയ്യാനും ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും ബയോമെട്രിക് ആണെങ്കിലും അവരുടെ പഴയ സംഭവങ്ങളെ റെമിറ്റൻസ് ഇതുൾപ്പെടെ തപ്പാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഇന്ത്യക്കാരാണ്. വലിയൊരു ശതമാനം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സും ഈ സാധനം ഇല്ലാതായിപ്പോകും. 100% ഉറപ്പായിട്ട് പറയാം. കാരണം അതാണ് അയാൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞു. ഇന്ത്യക്ക് അമേരിക്കയെ നേരിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ അമേരിക്കയ്ക്ക് ഇന്ത്യയെ എങ്ങനെ വരിഞ്ഞു മുറുക്കണം അവരുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്. ഇതതിൻ്റെ കാര്യം. ഇനി നമ്മൾ ഓരോ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അമേരിക്കയെ സൂചിപ്പിക്കാനുള്ള വെപ്പൺസ് ഓരോന്നായിട്ട് മേടിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ വെപ്പൺസിന് ഗ്ലോബലി ഭയങ്കര ഡിമാൻഡ്. ഉള്ളൊരു വെപ്പൺ. കാരണം റഷ്യയും കൂടെ തീർന്നു. ചൈനീസ് വെപ്പണിനെ ആൾക്കാരിങ്ങനെ ഒരു റിലയബിൾ അല്ല. അതുകൊണ്ട് അമേരിക്കൻ വെപ്പൺസ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് അവർ മാത്രമാണ് മെയിനായിട്ട് വെപ്പൺ ഉണ്ടാക്കുന്നത്. മറ്റുള്ള ഫ്രാൻസ് ആണെങ്കിലും പല യൂറോപ്പിന് അവർ ലിമിറ്റഡ് ആണ്. അവരുടെ വെപ്പൺസ് എന്ന് പറയുന്നത് അവർ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ വെപ്പൺ ഒന്നും കാര്യമായിട്ട് എവിടെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ വെപ്പണേക്കാളും അവർക്ക് പല രാജ്യങ്ങൾക്കും താല്പര്യമുള്ളത് ഇസ്രായേലി വെപ്പണ. കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ അമേരിക്കൻ വെപ്പൺ മേടിച്ച് സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും ട്രംപ് അനങ്ങുന്നില്ല, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് വെപ്പൺ കൊടുക്കുന്നുണ്ട്, പാകിസ്ഥാന് ഒരു വെപ്പൺ കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കുക, പാകിസ്ഥാന് പോലും അവരിപ്പം വെപ്പൺ പഴയതിനേക്കാളും 100 ഇരട്ടിയായിട്ട് കൊടുക്കുന്നുണ്ട്. F-16 മെയിൻ്റെനൻസും അപ്ഡേറ്റും മാത്രമല്ല, അപ്ഗ്രേഡേഷൻ മാത്രമല്ല, വെപ്പണും കൊടുക്കാൻ തുടങ്ങി. ഇതൊക്കെ ഈ അടുത്തിടയ്ക്കുണ്ടായ സംഭവമാണ്. അതാണ് ഞാൻ പറയുന്നത്, 2 രീതിയിലുള്ള ഡിപ്ലോമസിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ഡിപ്ലോമസി പോസ്റ്റ് ഓപ്പറേഷനും പ്രീ ഓപ്പറേഷനും. ഓപ്പറേഷൻ സിന്ധു അതിനകത്തുള്ള മാറ്റങ്ങളാണ് സംഭവം. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയെ മാക്സിമം പ്രഷറിൽ കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞിട്ടും ട്രേഡ് ഡീൽ സൈൻ ചെയ്യാത്ത? അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ അവിടെ വന്ന ട്രേഡ് ഡീല് നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് പല ആൾക്കാരും പറഞ്ഞു. നല്ല ഡീല് ഇപ്പോൾ സൈൻ ചെയ്യും. എന്താ ഈ പുല്ല് നടക്കാത്തത്? ഇന്ത്യയിലെ യൂട്യൂബുകാരും സാറ്റലൈറ്റ് ചാനലൊക്കെ പറഞ്ഞു ഇന്ത്യക്കാരില്ലെങ്കിൽ, ഇന്ത്യയുടെ സാധനം അവിടെ ഇല്ലെങ്കിൽ അവൻ പട്ടിണിയായി പോകും. അവൻ പട്ടിണിയായോ? അവന് ചില ആവശ്യം ഉണ്ടായിരുന്നു, ചില ആവശ്യത്തിന് സാധനങ്ങൾക്ക് വില കൂടി, അത് മാത്രം വരാൻ പറഞ്ഞു. അത് ഇന്ത്യൻ സാധനമുണ്ട്, ലോകത്തുള്ള പല സാധനങ്ങളുണ്ട്, ഇത്രയേ ഉള്ളൂ. അതായത് സൈസ് ഓഫ് എക്കോണമിയാണ് ആദ്യം നോക്കേണ്ടത്. ഹ്യൂജ് സൈസ് അവരുടെ എക്കോണമി. അതിനകത്ത് നമുക്ക് ഇത്ര %, 1% താഴെ, 2% താഴെ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സാധനങ്ങൾ. ഇന്ത്യ നമ്മൾ സൈസ് ഓഫ് എക്കോണമി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
അവർക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. മനസ്സിലാക്കുക, ഇന്ത്യക്കാരെ വേണ്ട എന്ന പോളിസിയിലോട്ടാണ് അമേരിക്ക പോകുന്നത്. അതായത് ഫർദർ ഉള്ള ഇന്ത്യക്കാരും മതി, ഇനി ഫർദർ ഇന്ത്യക്കാരെ അങ്ങോട്ട് വേണ്ട. ഇതാണ് അവരുടെ പോളിസി. നമ്മൾ ഇൻ ബിറ്റ്വീൻ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കാനഡ ചെയ്ത പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാനഡ ഏകദേശം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ അവർ പുറത്താക്കുന്നത്, ഡീപ്പോർട്ട് ചെയ്യുന്നത്. മെക്സിക്കൻസ് ആണ് കൂടുതൽ, പക്ഷെ അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാര്. അപ്പം നമുക്കടുത്തൊരു ഒരു രാജ്യം എവിടെയാണ്? കാരണം കാനഡ ഹ്യൂജ് രാജ്യമാണ്. അവിടെ മാൻ പവർ വേണം. അവിടെ ഈ പറയുന്ന പോപ്പുലേഷൻ വളരെ കുറവാണ്. അമേരിക്ക ചെയ്യുന്ന അതേ നടപടി അതേപോലെ കാനഡ ഡീപ്പോർട്ട് ചെയ്യുക. കനേഡിയൻ ഗവൺമെൻറ് ഏകദേശം $30 മില്യൺ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യക്കാരെ മുഴുവനും പുറത്താക്കുന്നത്. മനസ്സിലാക്കുക, കാനഡയും മെക്സിക്കോയുമായിട്ടുള്ള ഡീല് വേറെയാണ്. അവർ പുറത്താക്കുന്ന ആൾക്കാരെ മെക്സിക്കോയുടെ ബോർഡറിൽ താമസിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അനുസരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇന്ത്യക്കാർക്ക് യാതൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. നേരത്തെ എന്തായിരുന്നു, കനേഡിയൻ മിനിസ്റ്റർ, അതായത് ഇന്ത്യൻ ഒറിജിൻ, അപ്പം അവർ പറഞ്ഞത് എന്തുവാ, ഇന്ത്യക്കാരെ ഞങ്ങൾ സ്വാഗതം, ഏത് പുല്ലുമില്ല, ഈ പരിപാടിയില്ല. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് വീണ്ടും പറയാം, വരാൻ പോകുന്ന 5, 6 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ ഇന്ത്യൻ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഏത്? ഈ പറയുന്ന IT, ആ പുല്ലത് ഇല്ലാതാകും. അവർ വേറെ രാജ്യങ്ങൾ കണ്ടു അവിടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞവർ വലിയ രീതിയിൽ ഇതാണ് പോകുന്നത്. അതാണ് ഞാൻ പറയാം, അമേരിക്കയുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മളെ ഇത് ബാധിക്കും. കാരണം നമ്മൾ ചൈനയെ പോയി കെട്ടിപ്പിടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചൈനയെ കൗണ്ടർ ചെയ്ത് കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സപ്പോർട്ടീവായിട്ടുള്ള ഫാക്ടേഴ്സ് മുഴുവൻ തന്നത്. ഈ ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ ഒക്കെ ഈ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അതൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. ഇതിനകത്ത് ഈ അവിടുത്തെ കെയർടേക്കർ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും വരാനും പോകുന്നവരും ഈ പാകിസ്ഥാനെയൊക്കെ മുന്നിൽ കളിച്ചതിൻ്റെ പിറകിൽ അമേരിക്കൻ ഗെയിം കാണും ഉറപ്പായിട്ട്. അമേരിക്കൻ ഗെയിം അതാണ്. കാരണം അവരുടെ കൂടെ നിന്ന് അവരെ ചതിച്ചു. ഇപ്പോൾ അവരുടെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ അവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ്സും പറയുന്നത് ഇന്ത്യ ഞങ്ങളെ ചതിച്ചു, ഇത് ഞങ്ങൾ വെറുതെ വിടത്തില്ല ഇതാണ് പറയുന്നത്. കാരണം ഏതൊക്കെ രീതിയിൽ എവിടൊക്കെ മാക്സിമം അവർ ചെയ്യും ആ രീതിയിലൊക്കെ ചെയ്യും. അതായത് മനസ്സിലാക്കാൻ പോകുന്നുണ്ട്, പഴയ ഒരു ബന്ധം, ഇന്ത്യ അമേരിക്ക ബന്ധം തിരിച്ചു വരാൻ പാടാണ്. ഒന്നിൽ പറഞ്ഞങ്ങ് പിരിയുവാണ്, അങ്ങനല്ല. കാരണം ഇന്ത്യ ഒരു ഡിപ്പെൻഡബിൾ രാജ്യമാണ്. ഈ സംഭവത്തിലൊന്നും നമ്മൾ ഈ 4ാമത്തെ വലിയ എക്കോണമി എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ സംഭവം നമുക്കറിയാം, നമ്മുടെ ഓരോ ആൾക്കാരുടെ GDP കഴിഞ്ഞിട്ട് പെർ ക്യാപിറ്റ എത്രയാണ് നമ്മുടെ സംഭവം എന്നുള്ളത്. അതായത് ജപ്പാൻ പോലെയും അതേപോലെ ജർമ്മനി പോലെയാണ് നമ്മുടെ എക്കോണമി. ഇത് പറയുമ്പോൾ സൈസ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ എക്കോണമി പറയുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയായിട്ടാണ് UAE കിങ്, അതായത് ഇപ്പോഴത്തെ റൂളർ പാകിസ്ഥാനിൽ പോയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ പോയി, ഏറ്റവും വലിയ അവഹേളനം ഉണ്ടായി. അതായത് ബേസിക്കലി ഇത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കേണ്ടതാണ്, ആൾ വന്നില്ല. അതായത് ഇന്ത്യയെ പൂർണ്ണമായിട്ട് ഇൻസൾട്ട് ചെയ്തത്. ബേസിക്കലി ഡിപ്ലോമസി അറിയാവുന്നവർക്കറിയാം, ഇൻസൾട്ട് ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് അവിടെ പോയി കഴിയുമ്പം എയർപോർട്ടിൽ പോകും. അങ്ങനെയാണ്. ജോർദാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ്. അതായത് ഇന്ത്യയെ അവഹേളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഇതിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തും അനലൈസ് ചെയ്തും മനസ്സിലാക്കണം ഈ പറഞ്ഞ പല പോയിന്റുകളും ശരിയാണോ അല്ലയോ. ഏതൊക്കെ രീതിയിലാണ് അമേരിക്കയാണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും അറേബ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ തിരിയുന്നത് മനസ്സിലാക്കുക. ഈ സന്ദർഭത്തിലൊക്കെ കയറിപ്പോകുന്നൊരു സംഭവമുണ്ട്, മുൻപന്തിയിലോട്ട് പാകിസ്ഥാൻ. അതേപോലെ ചൈന അവരുടെ ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും അത് കൊണ്ടുപോവുകയാണ്. അതായത് ഗെയിം പൂർണ്ണമായിട്ടും മാറി. അതായത് വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന ഇന്ത്യൻ എക്കോണമിയുടെ GDP 8.2 എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫോറിൻ റെമിറ്റൻസ് ഏറ്റവും മോശമായ അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി പറയുന്നത് പ്രത്യേകം ഈ സംഭവം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഇതാണ് സ്ഥിതി. അതായത് ന്യൂ ഇയർ ആയിട്ട് ട്രംപ് ഇന്ത്യക്ക് കൊടുത്ത അടുത്ത സമ്മാനമാണ് ഗ്രീൻ കാർഡ്.
എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.